അപ്പോൾ നമ്മളിന്നൊരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഹെൽമെറ്റ് നമ്മുടെ KYT ഒരു ഹെൽമെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. ഹെൽമെറ്റ് പാക്കിങ് വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങിലാണ് വരുന്നത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവലാണ് വരുന്നത്. KYT തന്നെ KYT ഒരു വലിയൊരു യൂസർ മാനുവലാണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഹെൽമെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. മാനുവൽ എന്ന് പറയുമ്പോൾ ഇതൊരു KYT ഇറ്റാലിയൻ ബ്രാൻഡാണ്. അപ്പോൾ എല്ലാ ലാംഗ്വേജസിലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതും യൂസർ മാനുവലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വാർണിങ്ങിനായിട്ട് പ്രത്യേക ഒരു ഇതിരുത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് പ്രഷർ വാഷർ വെച്ച് ഇത് കഴുകരുതെന്നും ഹോട്ട് വാട്ടറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് പാഡിങ്സ് റിമൂവ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഇതിൻ്റെ വൈസർ മെക്കാനിസം വർക്കാവുന്നത് എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വല്ല ഡൗട്ട്സ് വൈസർ റിമൂവിങ്ങിന് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസർ മാനുവലൊന്ന് നോക്കിയാൽ മതിയാകും. നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വൈസറിലെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഷെൽ സൈസാണ്. റിമൂവബിൾ പാഡിങ്സ് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. പിന്നെ ഇതിൽ QRMൻ്റെ ബക്കിൾസാണ് വരുന്നത്. ബക്കിൾ ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഫുൾ വിഷൻ ഇതിൻ്റെ വൈസർ എന്ന് പറഞ്ഞാൽ UV പ്രൊട്ടക്റ്റും ആൻറ്റി സ്ക്രാച്ചും പിന്നെ പിൻലോക്ക് റെഡി വൈസറാണ് വരുന്നത്. ഇത് വിൻഡ് ടണൽ ടെസ്റ്റിട്ടാണ്. അപ്പോൾ നല്ല എയറോനോട്ടിക്സ് ഡിസൈനിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഹെൽമെറ്റ് ആയിരിക്കണം. ഇത് നോക്കിയിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും ഇതിൽ. അപ്പോൾ ഇതിൽ പിന്നെ ഗ്ലാസ് വിയർ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ട്. ചില ഹെൽമെറ്റ്സിൽ മാത്രമേ അങ്ങനെ അകത്ത് ഗൂഗിൾസോ നമ്മുടെ ഗ്ലാസ് സ്പെക്സോ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനത്തെ ഇത് ഉപയോഗിച്ചാൽ നമുക്കിനി ഇതൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇതിൻ്റെ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എയർ വെൻസ് ഒക്കെ നോക്കാം. ആദ്യം ചിന്നിൻ്റെ അവിടെ ഒരു എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ എയർ വെൻ്റ്. അടുത്ത് മേളിലായിട്ട് ഒരു വലിയൊരു എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഹെഡിൻ്റെ മേളിലായിട്ട് ഇവിടെ 2 എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പർ സൈഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എയർ ഔട്ട് എന്ന് പറയാൻ 4 എയർ ഔട്ടാണ് വരുന്നത് ബാക്കിൽ. ഒന്ന് ഈ സ്പോയിലറിൻ്റെ അടിയിലായിട്ട് 2 ഭാഗത്തായിട്ട് 2 എയർ ഔട്ടിൻ്റെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് സ്പോയിലറിൻ്റെ താഴെയും 2 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പം 1450 ±50 ആണ് വരുന്നത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇമ്പോർട്ടഡ് ബ്രാൻഡ് ഹെൽമെറ്റിന് IC മുദ്രയോടെയാണ് ഇത് വരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു ഇമ്പോർട്ടഡ് ബ്രാൻഡിന് IC മുദ്രയുള്ളത്. അടുത്ത് ഇതിൻ്റെ പാഡിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കുഷൻഡാണ്. കുഷൻസും ഇവിടെ ഒരു ഡെസ്ക് കട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പാഡിങ്സ് ആണ് ഇതിലുള്ള. ഇവിടെ ഒരു ലെതർ ടൈപ്പ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ലെതർ ടൈപ്പ് മെറ്റീരിയൽസ് അങ്ങനത്തെ ഉണ്ട്. പിന്നെ അതിൻ്റെ ലോക്കിംഗ് എന്ന് പറയുമ്പോൾ സാധാ ബക്കിൾ ടൈപ്പ് ക്ലിപ്പ് ലോക്കിംഗ് ആണ് വരുന്നത്. മറ്റേ ഡബിൾ ഡീറിങ്ങും കൊടുത്തിട്ടില്ല ഇതിൽ. കാരണം ഇതെനിക്ക് തോന്നുന്നു ഇതൊരു സ്പോർട്സ് ടൂറിങ് ഹെൽമെറ്റ് ആയതുകൊണ്ടായിരിക്കണം. ഇതിൻ്റെ വൈസർ മെക്കാനിസം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഈസി വേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ വൈസർ ഫുള്ളായിട്ട് ഇളകി വരും. പിന്നെ ഈ വൈസറിന് ഇവിടെ ഒരു നോസ് ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ടൈപ്പാണ്, അങ്ങനെ നല്ല സ്ട്രോങ് ഒന്നുമില്ല, എന്നാലും നല്ല ക്വാളിറ്റിയിലൊന്നും കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ വൈസർ എന്ന് പറയുമ്പോൾ വൈസറിൽ ഇവിടെ ഒരു ലോക്കുണ്ട്. അത് ജസ്റ്റ് താഴ്ത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അടുത്തൊരു ലോങ് പ്രസ് കൊടുക്കുമ്പോൾ ഇത് ലോക്കാവും. അടുത്ത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനെ പൊക്കിയാൽ മതി. ജസ്റ്റ് കുറച്ച് സ്ട്രെങ്തിൽ പൊക്കിയാലേ ഇത് ഓപ്പൺ ആകും. നമുക്കതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷാർപ്പ് ഡിസൈനാണ് വരുന്നത്. സ്പോയിലറും അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല ഡിസൈൻസിലാണ് വരുന്നത്. സൈഡ് ലുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലുക്കാണ്. ഫ്രണ്ടും അതേപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പാഡിങ്സ് ഒക്കെ റിമൂവബിളും വാഷബിളും ആണ്. ഇതിൻ്റെ പാഡിങ്സ് നല്ല പാഡിങ്സ് ആണ്.
ഇതിൻ്റെ വൈസർ എന്ന് പറയുമ്പോൾ പെൻലോക്ക് റെഡി വൈസേഴ്സാണ്. അതായത് നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആൻറ്റി ഫോഗ് വാങ്ങിച്ചിടാവുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകം വൈസേഴ്സ് വാങ്ങണ്ട. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്കിത് വേണ്ട, ഈ ക്ലിയർ വൈസർ വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്മോക്ക്ഡ് വൈസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന 1700 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ സ്മോക്ക്ഡ് വൈസറിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 6300 ആണ്. 6300 ബഡ്ജറ്റ് വരുന്നതിൽ നല്ലൊരു ഹെൽമെറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ സ്പോയിലേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഈ റെൻറ്റിൻ്റെ മേളിൽ തന്നെ അറ്റാച്ച്ഡ് നല്ല സ്പോയിലറാണ്. അങ്ങനെ അത്ര നീളമോ അങ്ങനെ ലെങ്തോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഒരു ഷോർട്ട് സ്പോയിലർ എന്നൊക്കെ പറയാം. ചെറിയ സൈസിലാണ് വന്നിട്ടുള്ള. ബട്ട് എൻ്റെ ലുക്സ് നല്ല ലുക്സാണ് വരുന്നത് ആ സ്പോയിലറും കൂടി വരുമ്പോൾ. ഫ്രണ്ടിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി നല്ല ഷാർപ്പ് ലുക്കിന് വേണ്ടി. ഇവിടെ 2-3 കട്ടിങ്സ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ക്വാളിറ്റിയും ഇത് മാറ്റാണ്. ഇതിൽ തന്നെ ഇനി ഗ്രാഫിക്സ് വരുന്നുണ്ട്. മാറ്റിൽ ഇനി ഈ യെല്ലോയ്ക്ക് വരും റെഡ് സ്കീം വരുന്ന ഒരു ഗ്രാഫിക്സും കൂടിയുണ്ട് മാറ്റിൽ. പിന്നെ വരുന്ന ഗ്ലോസിയാണ്. ഗ്ലോസിയിൽ 2-3 ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ KYT ഹെൽമെറ്റിൻ്റെ സ്പെക്സ് എന്ന് പറയുമ്പോൾ. ഇനി ഇതിൻ്റെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സാധാ ക്ലിപ്പ് ലോക്കാണ് വരുന്നത്. ഇതിൽ സാധാ ക്ലിപ്പ് ലോക്കാണ് വരുന്നത്. ഡീറിങ് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു. അതൊരു സ്പോർട്സ് ടൂറിങ് ഹെൽമെറ്റ് ആയതുകൊണ്ടായിരിക്കണം. പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ബക്കിൾസും ഇതൊക്കെ. Bad boy, got to take you higher. Don't stop now.